Namaskar, I'm back to see the devil once again before the release. 2 days ago, എംപുരാൻ 27 റിലീസ് ആവുന്ന സമയത്ത് തീ അതിലപ്പുറം വേറെ ഒരു എക്സ്പെക്ടേഷനും ഇല്ല. 27 ആ ദിവസം ഉച്ചയാകുന്ന സമയത്ത് എൻ്റെ മോനെ പൊട്ടും, ഒരു വലിയൊരു ആറ്റം ബോംബ് വന്ന് കേരള ബോക്സ് ഓഫീസിൽ വന്ന് ഇറങ്ങും. പിന്നെ അങ്ങോട്ട് ഒരു കാട്ടു തീയായിരിക്കും, ഉറപ്പാണ്, 100% ആണ്. അപ്പോൾ അത് കാണാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എഗെയിൻ ഒരു ലിറിക്കൽ സോങ് ഇറക്കി വിട്ടിട്ടുണ്ട്, യൂട്യൂബ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിർ സിന്ദാ ഹേ ലിറിക്കൽ വീഡിയോ ആണ്. ദീപക് ദേവിന്റെ ഒരു അഴിഞ്ഞാട്ടത്തൊക്കെയാണ് പറയുന്നുള്ളത്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്ന്. ഒരു അടാറ് ഹെവി സാധനമായിരിക്കുന്നുള്ളൂ, എന്തായാലും 100% ഉറപ്പാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല, വന്നിട്ട് സംസാരിക്കാം. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. ഫിർ സിന്ദാ ഹേ, ലെറ്റ്സ് ഗോ. ലൈക്ക പ്രൊഡക്ഷൻ ഇവർ മാറ്റുന്നില്ല അല്ലേ? ഹെവി സുഭാസ്കർ. ഓക്കെ, ലെറ്റ്സ് ലിസൺ. Oh. Oh. Deepak Dev. Anand Bhaskar. Tanish Nabar. Hindi anta. Okay. Oh. जब अपने सो गए तब सबने कहीं कफन चढ़ गिरे. Oh. कुछ भी उबलता है जो एक रुका सा लावा है वो. Wow. सालों से जो कैदी था फूट के जो निकलेगा सीने से जो. Oh. Boss, heavy സാധനം. വോക്കൽസ് വെരി ഹെവി. നമുക്ക് ഇടയ്ക്ക് ഒരു റവി ബസ്റൂറിന്റെ ഒക്കെ ആ ഒരു സംഭവമൊക്കെ കിട്ടുന്നുണ്ട്. വെരി ഹെവി സാധനമാണ്. ലെറ്റ്സ് സീ. ലാലേട്ടനത്തിൽ born again. Wow. Oh. തീ സാധനം. ഓ, ഒരു തീയണ്ട, കാട്ടു തീ. അയവാ. Right, Masood. दुनिया जहां में जिससे कांपे सारे हैं मेरे वो पीछे खड़े. Oh, क्या माना. Very good. Look at the eyes, man. രണ്ടാളുടെ. Oh, Eagles. I'm born again. Goosebumps, man. Oh. Prithviraj Sukumaran and one and only. Boys. Yes. Thank you, Nara. Esto. I am
born again, I'm all again. All again. Oh man. ഹൗ തീപ്പൊരി ഐറ്റം തീപ്പാട്ടല്ലേ, ഒരു കാട്ടുതീ വന്നു പോയതുപോലെ ഒരു സംഭവം. അതിന്റെ സംഭവങ്ങളും വ്യവസ്ഥ അങ്ങനെ കൊടുത്തത് തീയാണ്, ഫുള്ള് തീയാണ്. ഹിന്ദി ആണെങ്കിലും വെരി ഹെവി സാധനം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മലയാളം ചേർക്കായിരുന്നു അല്ലേ. ഇത് ഇനി മലയാളം പാട്ടുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. എമ്പുരാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു ലിറിക്കൽ സോങ്ങിന് മലയാളം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അത് മലയാളം കൂടി മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി, ഐ മീൻ ഇത് മോശം എന്നല്ല ഞാൻ പറയുന്നത്, മലയാളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുറച്ചും കൂടി ഹെവി മലയാളത്തിലും കൂടി കേൾക്കാൻ പറ്റുന്ന ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇത് ഫുൾ ഹിന്ദിയാണ്, ഫുൾ ഹിന്ദി. ഇതൊക്കെ ചിലപ്പോൾ പൃഥ്വിരാജിന്റെ ശരിക്കും ആ ഹിന്ദി ബെൽറ്റ് പിടിക്കാനുള്ള ഒരു സംഭവം തന്നെ ആയിരിക്കും കേട്ടോ. ഈ പടത്തിൽ ഒന്നാമത് ഫസ്റ്റ് അരമണിക്കൂർ 30-35 മിനിറ്റ് ഫുള്ള് ഹിന്ദിയാണെന്ന് പറയുന്നത്, ഡയലോഗ് ഫുള്ള് ഹിന്ദിയാണ്. അത് തന്നെ ഹിന്ദി പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തായിരിക്കില്ല, ആ ഒരു ബേസ് സ്റ്റോറി അങ്ങനെയാണല്ലോ. സോ എന്തായാലും അപ്പൊ അത് ഭയങ്കര ഒരു ഹിറ്റ്, ആരിലേക്കും ബെൽറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടും ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതാവും. നമ്മളെ ഹിന്ദി സിനിമയാണ് നമുക്ക് തോന്നിപ്പോകുന്ന പോലെ. ഇതിപ്പോ ഒരു ഹിന്ദി പാട്ട്, ഫുള്ളൊരു ഹിന്ദി പാട്ട്, സാധനം കിട്ടും. സാധനം എന്താ പറയാ, ശരിക്കും നമ്മളെ ഗൂസ് ബംസ് അല്ലെങ്കിൽ ആവേശമൊക്കെ ഒള്ളിക്കുന്ന രീതിയിൽ ആ 2-3 കഥാപാത്രങ്ങളൊന്ന്, ലൂസിഫർ, എബ്രഹാം, അതേപോലെ സയ്യിദ്, പിന്നെ മറ്റേ മൂപ്പരം കൊണ്ട് കാണിച്ചു. ഹെവി സാധനമാണ്. എന്റെ മക്കളെ എന്താണ് ദീപക് ദേവിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദീപക് ദേവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അജാതി ഒരു മ്യൂസിക് BGM ആണ്, ബാക്ക്ഗ്രൗണ്ട് ആണ് മൂപ്പര് പഠിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് അതിന്റെ വോക്കൽസ് പാടിയ ആള്, ലിറിക്സും ഹിന്ദിക്കാരനാണ് തോന്നുന്നു. മൂപ്പരും എഴുതിയതും കിടിലം സാധനം. ആൻഡ് ഇനി എന്താ പറയാ, only 2 more days man, only 2 more days to meet the devil. അത്ര മാത്രമേ പറയാനുള്ളൂ. ഫസ്റ്റ് ഡേ തന്നെ ടിക്കറ്റ് ബുക്ക് ആക്കിയിട്ടുണ്ട്. ഫാൻ ഷോ അല്ലെങ്കിൽ കൂടി ടിക്കറ്റ് ബുക്ക് ആയിട്ടുണ്ട്. എന്റെ മോനെ, എനിക്ക് എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ തിയേറ്ററിൽ പോയിട്ട് ഇരുന്ന് ആ സീൻ തുടങ്ങുന്ന സമയത്ത് ആ ഒരു 3 മണിക്കൂർ മോനെ എന്തായിരിക്കും എന്നുള്ളത് ഒരു പിടിയില്ല. എന്തൊക്കെ ഗൂസ് ബംസ് ഐറ്റംസ് ഉണ്ടാവും. വിസിലടിച്ച് മരിക്കും മനുഷ്യൻ, ഇങ്ങനെ ഗൂസ് ബംസ് വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കോരിത്തരിച്ച് മരിക്കും അവസാനം. അജാതി ആയിരിക്കും. ഏതായാലും കട്ട വെയിറ്റിംഗ് ആണ് മക്കളെ. 2 more days. ആൻഡ് 2 more days എന്ന് പറയുന്ന സമയത്ത് ഇന്ന് 2 more days എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം, ഒരു പോസ്റ്റർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. എന്റെ മോനെ, ഇതാണ് സാധനം. നമ്മൾ ഇതുവരെ ഇങ്ങനെ നമ്മളെ പ്രാന്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കണ്ടായ ഇതാരാണ്, ഇത് എന്താണെന്നൊന്നും ഒരു ഐഡിയയും ഒരു സംഭവം പോലും റിവീൽ ആക്കാതെ ആ വില്ലന്റെ ഡ്രാഗൺ വില്ലൻ ഇതാരാണ്, എന്താണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്നോ മലയാളം ഇൻഡസ്ട്രി എന്നോ ഇന്ത്യൻ ഇൻഡസ്ട്രി എന്നോ ഉള്ള ആളല്ല. ഈസ് എ ഫോറിനർ. ഇതൊരു ഇന്റർനാഷണൽ ആക്ടറാണ്, ഹോളിവുഡ് ആക്ടറാണ്. റിക്കി യൂൺ അങ്ങനെയാണെന്ന് പേര് തോന്നുന്നു, എനിക്ക് ക്ഷമിക്കുക. അങ്ങനെ ഒരാള്, ഒരു കൊറിയൻ ലുക്കുള്ള ഒരാള്, ഒരു ഹോളിവുഡ് ആക്ടറെ ആണ് ഇത് പറയുന്നത്. എഗെയിൻ കുറെ ആൾക്കാർ അത് കൺഫേം ആണ് എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് 27 തന്നെ കാണാം ഇതാരാണ് എന്നുള്ളത്. എന്തായിരിക്കും ഒന്നും യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും നോക്കിയും എബ്രഹാം ഖുറൈഷി ഈടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു പ്രതിനായകൻ, ഇവൻ നായകനാണെങ്കിൽ, ഖുറൈഷി നായകനാണെങ്കിൽ ഒബ്വിയസ്ലി നായകൻ എന്ന വേഷം വില്ലനാണല്ലോ. മുഖാമുഖം ഫേസ് ടു ഫേസ് വരുന്ന സമയത്ത് എന്റെ മോനെ എന്തായിരിക്കും അവസ്ഥ, ഒരു ഐഡിയ ഇല്ല, ഒരു രക്ഷയില്ല. ദ റെഡ് ഡ്രാഗൺ നമുക്ക് കാണാം 27 ആരാണ്. ആൻഡ് അതിന് പുറമെ ക്യാമിയോ ഉണ്ട്. ആരൊക്കെയാണ് ക്യാമിയോ എന്നൊക്കെയുള്ളത് വളരെ ഭയങ്കരമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. വളരെ ലീക്ക് ഔട്ട് ആയെന്നോ, മമ്മൂക്ക വരുന്നുണ്ട് എന്നുള്ളത് കൺഫേം ആണെന്നോ എന്തൊക്കെ പറയുന്നുണ്ട്. അതൊരു ക്യാമിയോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു അതൊരു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള ഒരാളായിരിക്കും. അത് ആരാണ് എന്താണെന്ന് ഒന്നും അറിയില്ല. കാണാം 27. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. സോ ഗൈസ്, വെയിറ്റ് ചെയ്യുക, ഡെവിളിനെ കാണാൻ വെയിറ്റ് ചെയ്യുക. 2 more days to go. I am so thrilled and excited. So thank you so much guys for watching, and keep watching, and remember the name guys is Baldan Beard Reacts.